രാവിലെ ഞങ്ങളിവിടെ വന്ന് അഡ്മിറ്റ് ആയതാണ്, MMC ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണ്. അപ്പം കാണിക്കാൻ വന്നപ്പോൾ സ്കാനിങ് റിപ്പോർട്ടും എല്ലാം കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് ഒരു കുഴപ്പമില്ല, കുഞ്ഞിനും കുഴപ്പമില്ല, അമ്മയ്ക്കും കുഴപ്പമില്ല, പിന്നെ നോർമലാണ് എല്ലാം. പിന്നെ 2 ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ പെയിന് വന്നില്ലെങ്കിൽ വേദനയ്ക്കുള്ള ഗുളിക കൊടുക്കാം. വേദനയ്ക്കുള്ള ഗുളിക കൊടുത്തിട്ട് നമുക്ക് സിസേറിയൻ ചെയ്യാം. അപ്പോൾ ചൊവ്വാഴ്ച അവർക്ക് ഫസ്റ്റ് ഡോസ് അവർക്ക് വേദനയ്ക്കുള്ള ഒരു മരുന്ന് കൊടുത്ത്, വേദനയ്ക്ക് മരുന്ന് കൊടുത്തപ്പോൾ അവർക്ക് പെയിന് വന്നില്ല. വരാത്തപ്പം അവർ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് അവളെ കാണിക്കുന്ന ഡോക്ടറോട് പറഞ്ഞ് കുഴപ്പമില്ല, നാളെ ഇന്ന് എന്തായാലും ഡെലിവറി ഉണ്ടാവില്ല, നാളത്തേക്ക് നമുക്ക് ഡോസ് കൂട്ടി കൊടുക്കാം, ഡോസ് കൂട്ടി കൊടുത്തിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അവർക്ക് ഒരു ഇൻഷുറൻസിന്റെ കാര്യമായിട്ട് ഞങ്ങൾ 11 മണി ബുധനാഴ്ച 11 മണിയാകുമ്പോൾ അവളിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ 2 കൂടി മുകളിലേക്ക് പോയി ഇൻഷുറിന്റെ കാര്യമൊക്കെ റെഡിയാക്കി വന്ന് അവനോട് പറഞ്ഞ ഒരു ഗുളിക തന്നെങ്കിൽ അവർ വേദനയ്ക്കില്ലേ, ചെറിയ വേദന തുടങ്ങി, ഇനിയിപ്പോൾ മരുന്ന് വെക്കൂ, അപ്പോൾ എന്താ മരുന്ന് വെച്ചാൽ നമ്മൾ വേദന ഉണ്ടാവും വരികയായിരിക്കും പറഞ്ഞ് പോയി. അകത്ത് പോയി ഒരു ഉച്ച 11 മണിക്ക് ആൾക്ക് കഴിഞ്ഞ് പോയി. ഒരു 1 മണിയായപ്പോൾ ഇവള് വേദന കിട്ടിയെന്ന് പറഞ്ഞ് ഡോക്ടർ വന്ന് പറഞ്ഞ് വേദന വന്നിട്ടുണ്ട്, അപ്പോൾ കുട്ടി കുഴപ്പമില്ലാണ്ട് ഇറങ്ങുന്നുണ്ട്, പിന്നെ വികസനം വന്നേക്ക്, ഗർഭാശയ വികസനം വന്നേക്ക്, അപ്പോൾ നമുക്ക് നോർമൽ പ്രസവം ചെയ്യാം, അപ്പം സിസേറിയൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവളെ കൂടെ കിടക്കുന്ന 3 ആളെ ഇവർ 11 മണിയാകുമ്പോൾ സിസേറിയൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി, മുകളിൽ കൊണ്ടുപോയി സിസേറിയൻ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു 12 മണിയാകുമ്പോൾ അവൾക്ക് വേദന തുടങ്ങിയിട്ട് അവൾ നിലവിളിക്കുക അവിടുന്ന്, എനിക്ക് വേദന വരുന്നുണ്ട്. അന്നൊക്കൊന്നുമില്ല, ആ സമയത്തൊന്നുമില്ല, അവളെ നോക്കാൻ നമ്മൾ കാണിച്ച OP-യിലുള്ള ഡോക്ടർമാരൊന്നും അങ്ങോട്ട് ഡോക്ടർ വന്നില്ല. അപ്പോൾ അത് കുറേ കഴിഞ്ഞ് ഒരു 2 മണി 3 പിന്നെ വീണ്ടും എൻ്റെ അടുത്ത് ഡ്യൂട്ടിയിലുള്ള ഡോക്ടറിനോട് വന്ന് പറഞ്ഞ് അവൾക്ക് വേദന ഉണ്ട്, കുഞ്ഞിനിറങ്ങുന്നുണ്ട്, നമ്മൾ എന്തിനാണ് വെറുതെ കീറി മുറിക്കുന്നത്, നമുക്ക് നല്ല ഡെലിവറി പോലെ നല്ലോണം ചെയ്താൽ പോലെ. ഞാൻ പറഞ്ഞു ഓക്കെ, ഡോക്ടർമാർ പറയല്ലേ നമ്മളോട് വന്നിട്ട് നമുക്ക് ഇതിനെ പറ്റി ഒന്നും അറിയാലോ. അപ്പോൾ ഓക്കെ പറഞ്ഞ് പിന്നെ അവൾ ഇവരെ കാല് പിടിച്ച് ഇവൾ പറയുന്നുണ്ട്, ഇന്നെ വേറെ ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇന്നെ കാണിച്ച ഡോക്ടർ നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുത്തരി. ഞാൻ അവരോട് പറഞ്ഞോളാം, അവർ ഇതൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്, പുറത്തുള്ള ഇവർ വാതിൽ തുറക്കുമ്പോൾ ഇവിടെ അലർന്ന എല്ലാവരും അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കേൾക്കുന്നുണ്ട്. അത് വേദനയോട് പറഞ്ഞിട്ട് അപ്പോൾ 4 ആയപ്പോൾ വീണ്ടും ഡോക്ടറിനോട് പറഞ്ഞ് അവൾ വാശി കാണിക്കാന്ന്, അവൾക്ക് വേദന ഒന്നുമില്ല, അവൾക്ക് വേദന വന്നില്ല, അവൾ വാശി കാണിക്കാന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ട് വേദന വന്നില്ല, അവർ പറയുന്നുണ്ട് അവർ ഇതിനുള്ളിൽ കയറ്റിയിട്ടില്ലേ, നമ്മൾ പുറത്തല്ലേ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം കുറച്ച് പിന്നെ ഒരു 5:30 ആകുമ്പോൾ 6 മണിയാകുമ്പോൾ ഇവർ പിന്നെ പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ പുലർച്ചെ 3 മണി വരെ ആയി ഇരുത്തും അവിടെ ഇരുത്തിയോള് അവർ ഈ വേദനയും കൊണ്ട് അവള് അലറി വിളിച്ചു, എങ്ങനെ അവള് നിന്ന് അസഹിച്ച് പോവാതെ നിന്ന് ആ ടൈം വരെ അവൾ അടക്കാത്തുന്നത് 3 മണി വരെ. ഹസ്ബൻഡ് പറയുന്നതനുസരിച്ച് മണിക്കൂറുകൾ ഈ യുവതി വേദന സഹിച്ചിട്ടും ഹോസ്പിറ്റലിൽ സിസേറിയൻ ചെയ്തില്ല എന്നുള്ളതാണ്. അവൾ ചാടി പിടിക്കുന്നതാണ്, അവൾ വാശി പിടിക്കുന്നതാണ്, ഇത് ശരിക്കുള്ള വേദന അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മണിക്കൂറുകൾ ആ പെൺകുട്ടി അവിടെ കിടന്ന് നിലവിളിച്ചെന്ന് പറയുന്നു. യൂട്രസ് പൊട്ടി അവസാനം കുട്ടി മരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭൂമിയിലേക്ക് പിറക്കുന്നതിന് മുമ്പ് തന്നെ വേദന സഹിച്ച ആ കുഞ്ഞ്, നിരപരാധിയായ കുഞ്ഞ് പോലും ജീവൻ നഷ്ടപ്പെട്ടു. ഇത്രയും വേദന സഹോദരി സഹിച്ചു. സത്യം പറഞ്ഞാൽ നമുക്ക് കേട്ട് നിൽക്കാൻ പോലും പറ്റാത്ത അത്രമാത്രം വേദനാജനകമായ കാര്യമാണ്. ഇത് നമ്മൾ അറിയണം. കാരണം ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ പോലെയാണ് കാണുന്നത്. അവരെന്താണോ പറയുന്നത് നമ്മളത് വിശ്വസിക്കുന്നു, നമ്മൾ അതനുസരിച്ചാണ് കാര്യങ്ങൾ. ഓക്കെ, ഇത് ശരിക്കുള്ള പെയിൻ അല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഹസ്ബൻഡ് ആണെങ്കിലും വിചാരിക്കുന്നത് അവർ ഡോക്ടേഴ്സാണ്, അവർ ചെക്ക് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. ആ ഒരു വിശ്വാസത്തിലല്ലേ നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഒരു പെൺകുട്ടി ഇത്രയും മണിക്കൂറുകൾ കിടന്ന് കരഞ്ഞിട്ടും ഇവർക്ക് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ എന്തോരം സംവിധാനങ്ങളും കാര്യങ്ങളുമുണ്ട്. എന്നിട്ട് പോലും ഒരു യൂട്രസ് റപ്ചറായി പൊട്ടി കുഞ്ഞു മരിക്കുന്നു. അതിനുശേഷം പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമാകുന്നു, ICUയിലേക്ക് അപ്പം മാറ്റുന്നു. 3 മണി വരെ 3 മണിക്ക് ഡോക്ടറിനോട് പറഞ്ഞ് റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഗർഭം നല്ലോണം തന്നെ നടക്കും, ഇപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് ഗർഭം നടക്കും, എന്നെ കുഴപ്പമില്ല, ഒരു അരമണിക്കൂർ നടത്താൻ. പിന്നെ ഞാൻ കാണുന്നത് 3:30 ആകുമ്പോൾ പുലർച്ചെ 3:30 ആകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ട്രോളിയിൽ ഇവിടെ വലിച്ചിട്ട് ഇവർ നേരെ മുകളിലേക്ക് കൊണ്ടുപോകാം. ICUയിലേക്ക് എന്നോട് പറഞ്ഞ് സിസേറിയൻ വേണം അവളെ ICUയിലേക്ക് കൊണ്ടുപോകാറ്. ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ മുകളിലേക്ക് വരാൻ പറഞ്ഞു. മുകളിലേക്ക് ഞാൻ മുകളിൽ ചെന്ന് നോക്കുമ്പോൾ അവസ്ഥ ഒരു 10 മിനിറ്റ് ഡ്യൂട്ടി ഡോക്ടർ ഒരു പെണ്ണുകളാണ്, അവർ വന്ന് എന്നോട് പറഞ്ഞ് കുട്ടി മരിച്ച് ഒരു ഇല്ലാണ്ട് ആകെ ശരിക്കും നല്ലൊരു കറക്റ്റ് പറയാനുള്ളൂ. കുട്ടി മരിച്ച് അവളെ യൂട്രസ് പൊട്ടിപ്പോയി, കുട്ടി മരിക്കുകയും ചെയ്ത് എനിക്ക് യൂട്രസ് റിമൂവ് ചെയ്യാൻ സൈൻ ചെയ്ത് തരണം അതിനോട്. ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ സൈൻ ചെയ്യാം, എന്റെ കുട്ടി മരിച്ച ഒരു കുഴപ്പമില്ലാത്ത കുട്ടി എങ്ങനെ മരിച്ചു കിടക്കുന്നില്ല നിങ്ങൾ പറഞ്ഞു. എന്നോട് പറഞ്ഞു കുട്ടി എന്തായാലും മരിച്ച്, ഇനി ഇവളെ ജീവിതമെങ്കിലും വേണമെങ്കിൽ എനിക്ക് സൈൻ ചെയ്ത് തരണം. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരു കാര്യം ചെയ്യണം, കുട്ടി മരിച്ചായിട്ട് ഒരു കഥ എനിക്ക് എഴുതായിരുന്നു, എനിക്ക് അവളെ യൂട്രസ് റിമൂവ് ചെയ്യാനുള്ളത് മാത്രം എഴുതി ഞാൻ സൈൻ ചെയ്ത് തരണം. അന്നപ്പോൾ അവർ അങ്ങനെ തന്നെ എഴുതി തന്ന് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു ഇവർക്ക് സൈൻ ചെയ്ത് കൊടുത്ത്. പിന്നെ കുട്ടി മരിച്ചത് പറഞ്ഞ് പിന്നെ കാണുന്നത് ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്. ഇവിടെ റിമൂവ് ചെയ്യുന്ന ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഡോക്ടർമാർ വന്ന് എന്നോട് പറഞ്ഞ് പിന്നെ കുഴപ്പമൊന്നുമില്ല, അവളെ കുറച്ച് ബ്ലീഡിങ് ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പം കുഴപ്പമൊന്നുമില്ല, BP ഒക്കെ നോർമലാക്കി, അവിടെ പിന്നെ ബ്ലഡൊക്കെ എടുക്കുന്നുണ്ട്, ബ്ലഡ് ഞങ്ങൾ കുറേ 7 UP ഒക്കെ കയറ്റി അത് കറക്റ്റായിട്ട് പോകുന്നുണ്ട്, പിന്നെ BP ഒക്കെ നോർമലായി. അപ്പം ഒരു സാധാരണ രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് 24 മണിക്കൂർ നിന്നിട്ട് നമുക്ക് പറയാമെന്നാണ്. അപ്പോൾ ഒന്നും ഇവർക്ക് ബോധമല്ല. സഹോദരി വിളിച്ച് എന്നോട് പറഞ്ഞ് ഡോക്ടറെ കാണാൻ വേണ്ടി ഇവർ പോയി നോക്കുമ്പോൾ
ഇവിടെ കണ്ണൊക്കെ പുറത്തേക്ക് തള്ളിയിട്ട് ശരീരം മൊത്തം വിറങ്ങലിച്ച് കിടക്കാവില്ലേ. അപ്പോൾ ഇവിടെ ആ സമയം തോന്നിയപ്പോൾ അവള് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ ഇവിടെ കണ്ണൊക്കെ ഇങ്ങനെ ആയിട്ട് ശരീരമൊക്കെ അങ്ങനെ ഇതാക്കിയല്ലോ. അപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ഇവളോട് എല്ലാം അതും ഇതിന്റെ മരുന്നിന്റെ റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ അവള് കുറച്ചെടുത്തില്ലേ കൊണ്ട് അവരോട് വീണ്ടും ചോദിച്ചു ഇതെന്താ അങ്ങനെ വരുന്നത് മരുന്നിന്റെ റിയാക്ഷൻ ആയിട്ട് എങ്ങനെ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് പുറത്ത് പോയി സംസാരിക്കാന്ന് പറഞ്ഞു. പുറത്ത് പോയിട്ട് ഡോക്ടർമാർ വരെ പുറത്ത് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇവളോട് പറഞ്ഞ് ഉടനടി മൈത്ര ഹോസ്പിറ്റൽ ഇവിടെ ഇതിന്റെ സജ്ജീകരണമില്ല. ഇന്ന് രാവിലെ വരെ എന്നോട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഒരു 11 മണിക്ക് പറയാതെ ഇതിന്റെ സജ്ജീകരണം ഇവിടെ ഇല്ല. 2 ദിവസം അവളെ വെന്റിലേറ്ററിൽ ഇന്നലെ രാവിലെ തൊട്ട് അവളെ വെന്റിലേറ്റർ ഇട്ടതാ. ഇന്ന് പറയുന്നത് ഇവിടെ ഇതിന്റെ സജ്ജീകരണമില്ല, അവളെ മൈത്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അവർ കൊണ്ടുപോയിക്കൊള്ളാറ്. അവരെ റിസ്ക് അവർ കൊണ്ടുപോയി അവിടെ 3:30 മണിയാകുമ്പോൾ അവിടെ എത്തി. 4 മണിയാകുമ്പോൾ അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞ് അവൾ മരിച്ചു. അപ്പോൾ എല്ലാ ഫംഗ്ഷൻസും തയ്യാറായി പോയി. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവിടെ എത്തുന്നെങ്കിൽ ഇന്നലെങ്കിലും കൊണ്ടുവന്നെങ്കിൽ നമുക്ക് നോക്കാൻ ഒരു തുള്ളി ജീവനുണ്ടെങ്കിലൊക്കെ അവിടെ നിന്നൊക്കെ കറക്റ്റായിട്ട് അവർ കൊണ്ടുവരുന്ന മേഡം അകത്തുണ്ട്. ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മേഡം വന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ഇത് കഴിഞ്ഞ ഓപ്പറേഷൻ കഴിഞ്ഞ ഡോക്ടർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു മേഡം നിങ്ങൾ ഇന്നലെ ഇവിടെ ഇല്ല. എൻ്റെ അമ്മയോട് തലേന്ന് വരെ നിങ്ങൾ കറക്റ്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോരാ. ഇന്നലെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. നിങ്ങൾ അവിടെ തന്നെയായിരുന്നു നേരത്തെ ചികിത്സ. അതുപോലെ ആ ഹോസ്പിറ്റലിൽ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഇല്ല എന്ന് അവസാനം അവർ തുറന്നു പറഞ്ഞിരിക്കുന്നു. അതവർ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അവരതൊന്നും ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചികിത്സ പിഴവാണ് സംഭവിച്ചതെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് പോസ്റ്റ്മോർട്ടം നടത്തുന്നുണ്ട്, പോലീസിന് കേസ് കൊടുത്തിട്ടുണ്ട്. സത്യസന്ധമായ രീതിയിൽ അന്വേഷിച്ച് ഇതിന്റെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. മാത്രമല്ല തെറ്റ് ചെയ്തവർക്ക് എതിരെ ശക്തമായ രീതിയിൽ നടപടി ഉണ്ടാകും. ഇപ്പോൾ അവിടെ പ്രതിഷേധങ്ങളുണ്ട്, സമരങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പൊ ഒരു ഡോക്ടർ ഇറങ്ങി വന്നിട്ട് ഇത് അവൾ വാശിക്ക് ചെയ്യുന്നതാണ്, ഇത് അവളുടെ വാശിയാണ്, ശരിക്കുള്ള പെയിനുള്ള എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും പുറത്തു നിൽക്കുന്നവർക്ക് ഒന്നും ചെയ്യാനില്ല. കാരണം ഒരു ഡോക്ടറാണ് പറയുന്നത്, അകത്തുനിന്ന് എല്ലാം കണ്ടുവരുന്ന ഒരു ഡോക്ടർ. എത്രയോ സംവിധാനങ്ങളുണ്ട്. ഇത് ട്രൂ പെയിൻ ആണോ അല്ലെങ്കിൽ ഫോൾസ് പെയിൻ ആണോ എന്നൊക്കെ നോക്കാനും അതുപോലെ എത്രയോ കാര്യങ്ങളുണ്ട്. എന്നിട്ട് പോലും അവർക്കത് മനസ്സിലായില്ല. എന്തിൻ്റെ ഒരു യൂട്രസ് റപ്ചർ ആവുന്നത് വരെ വേദന സഹിക്കാന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലായില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിലും അത് വളരെ എന്താ പറയുക, അത്ര ഒരു നഴ്സിന് പോലും മനസ്സിലാവും. അപ്പോൾ ഒരു ഡോക്ടർക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ദുരൂഹതയുണ്ട്. എന്ന് മാത്രമല്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത് പോലീസ് വളരെ ശക്തമായ രീതിയിൽ അന്വേഷിക്കണം. അതൊരു അഭ്യർത്ഥനയാണ്. കാരണം ഇനി ഇതുപോലൊരു മരണങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല പിറക്കുന്നതിന് മുമ്പ് തന്നെ ഭൂമിയിൽ നിന്ന് പോകേണ്ടുന്ന ഒരു കുഞ്ഞ്, അത് വേദന സഹിച്ചാണ് ആ കുഞ്ഞ് മരിച്ചിരിക്കുന്നത്. അമ്മ ആ കുട്ടിയുടെ വേദന എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. അത്രമാത്രം അത് പ്രസവിച്ച നോർമൽ ഡെലിവറി കഴിഞ്ഞ അമ്മമാർക്ക് മനസ്സിലാവും എന്ത് വേദന ആ പെൺകുട്ടി സഹിച്ചിട്ടുണ്ടെന്ന്. അത് യൂട്രസ് പൊട്ടിപ്പോകുന്ന വേദന എന്ന് പറഞ്ഞാൽ അത് പറയാൻ പോലും പറ്റുന്നില്ല. തീർച്ചയായിട്ടും മരിച്ച ആ കുട്ടിയുടെ വീട്ടുകാരുടെ വിഷമത്തിൽ പങ്കുചേരുന്നു. അതല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ഇതെല്ലാവരും അറിയണം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്, പലരും കേട്ടിട്ടുണ്ടാവും, പലരും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ അറിയണം. ഈ ഒരു ഹോസ്പിറ്റലിൽ നടന്ന ഒരു കാര്യം എന്താണെങ്കിലും ഇവിടെ പോയ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. നിങ്ങൾക്കും അവിടെ പോയിട്ട് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. കാരണം അത് മറ്റുള്ളവർക്കും സഹായകമാകും. ഇനിയും അവിടെ പോയി ആരുടെയും ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. Thank you so much.